ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കുകളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെയിരിക്കും? സ്വാതന്ത്ര്യത്തിന് മതമുണ്ടോ? ഹിന്ദുവിന് വേറെ സ്വാതന്ത്ര്യം, മുസ്ലിമിന് വേറെ സ്വാതന്ത്ര്യം, ക്രിസ്ത്യാനിക്ക് വേറെ സ്വാതന്ത്ര്യം എന്നിങ്ങനെ സ്വാതന്ത്ര്യത്തെ മതത്തിന്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിയുമോ? ഈ ചോദ്യമാണ് വി രാജേഷിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ജോർജ് എബ്രഹാമിന്റെ ഒരു തുറന്ന കത്ത് ഉയർത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായ വി രാജേഷിന്റെ അമേരിക്കൻ സന്ദർശനവും അതിനുശേഷമുണ്ടായ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളുമാണ് ലേഖനത്തിന്റെ പശ്ചാത്തലം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയെ മാത്രം വിമർശിക്കുന്നതല്ല, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്താണ് എന്നതാണ് അടിസ്ഥാന ചോദ്യം. കാരണം നമ്മൾ ഒരു മതാധിഷ്ഠിത രാജ്യമല്ല. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, സ്വന്തം മതം പിന്തുടരാം, മതം മാറാം, മറ്റൊരാളുടെ മതത്തെ ബഹുമാനിക്കാം, അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാം. ഇതൊക്കെയും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഒരു രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപരമായ മതവിശ്വാസവും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെ അവകാശങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ലേ? തീർച്ചയായും ഉണ്ടാകണം. ഒരു മേയർ ഒരു പാർട്ടിയുടെ മാത്രം മേയറല്ല, അദ്ദേഹത്തെ പിന്തുണച്ചവരുടെയും എതിർത്തവരുടെയും മേയറാണ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മേയറാണ്. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മേയറാണ്. അതുകൊണ്ട് തന്നെ ഒരു പൊതു പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ ഭാഷയിലും പ്രവർത്തനങ്ങളിലും ഈ ഭരണഘടനാ തുല്യത പ്രതിഫലിക്കണം. ഇതാണ് ഈ തുറന്ന കത്തിന്റെ പ്രധാന രാഷ്ട്രീയ സന്ദേശം. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം: മതസ്വാതന്ത്ര്യം എന്നത് ഭൂരിപക്ഷത്തിന്റെ സൗജന്യമല്ല. ഭൂരിപക്ഷം അനുവദിച്ചാൽ ന്യൂനപക്ഷത്തിന് ലഭിക്കുന്ന ഒരു അവകാശമല്ല അത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഇന്നൊരു മുസ്ലിമിന്റെ മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്താൽ നാളെ ഒരു ക്രിസ്ത്യാനിയുടെയും മറ്റന്നാൾ ഒരു ഹിന്ദുവിന്റെയും ചോദ്യം ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് ഭരണഘടന വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മതത്തിന്റെ എണ്ണത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. ഭൂരിപക്ഷം എത്രയാണെന്നതല്ല ജനാധിപത്യത്തിന്റെ അളവുകോൽ, ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ്. അമേരിക്കയെക്കുറിച്ചും ഇവിടെ ഒരു പ്രത്യേക പരാമർശമുണ്ട്. അമേരിക്കയിൽ മതസ്വാതന്ത്ര്യവും ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവും എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്നതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കണമെന്നാണ് ലേഖനത്തിന്റെ സമീപനം. പക്ഷേ അതിനേക്കാൾ വലിയൊരു വിരോധാഭാസം ഇവിടെ ഉയരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതേ മൂല്യങ്ങൾ മതപരമായ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണുകയും ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതാണ് ഈ കത്തുയർത്തുന്ന അസ്വസ്ഥമാക്കുന്ന ചോദ്യം. ഇനി ഇത് വി രാജേഷിന്റെ മാത്രം വിഷയമാണെന്ന് കരുതരുത്. ഇത് കേരള രാഷ്ട്രീയത്തിന്റെ വലിയൊരു ചോദ്യമാണ്. നമ്മുടെ നഗരങ്ങളെ ഭരിക്കുന്നത് മതമാണോ ഭരണഘടനയാണോ? ഒരു നഗരത്തിലെ മേയർ റോഡുകൾ നിർമ്മിക്കണം, മാലിന്യ സംസ്കരണം നടത്തണം, പൊതുജനാരോഗ്യം സംരക്ഷിക്കണം, പൗരന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ നഗരത്തിലെ ഓരോ പൗരനും തുല്യനാണെന്ന ബോധവും അദ്ദേഹം പ്രതിനിധീകരിക്കണം. ഒരു ക്ഷേത്രത്തിൽ പോകുന്ന പൗരനും പള്ളിയിൽ പോകുന്ന പൗരനും മസ്ജിദിൽ പോകുന്ന പൗരനും ഒരു ആരാധനാലയത്തിൽ പോകാത്ത പൗരനോ മേയറുടെ മുന്നിൽ ഒരേ പൗരന്മാരാണ്. ഇതാണ് സെക്യുലർ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആശയം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. സ്വാതന്ത്ര്യം ഒരു മതത്തിന്റെ പേരിൽ നേടിയെടുത്തതല്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ദളിതരും ആദിവാസികളും വിവിധ വിഭാഗങ്ങളിലുള്ള മനുഷ്യർ ചേർന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയത്. അവരുടെ സ്വപ്നം ഒരു മതരാജ്യം സൃഷ്ടിക്കുക എന്നതായിരുന്നില്ല, സ്വതന്ത്രമായ ഇന്ത്യ സൃഷ്ടിക്കുക എന്നതായിരുന്നു. അതിനാൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ്: ഈ പതാകയ്ക്ക് ഒരു മതമില്ല, ഈ ഭരണഘടനയ്ക്ക് ഒരു മതമില്ല, ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് ഒരു മതമില്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിനും ഒരു മതമുണ്ടാകാൻ പാടില്ല. ഇവിടെ വി രാജേഷിനോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: താങ്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിരിക്കാം, പക്ഷെ മേയറായിരിക്കുമ്പോൾ താങ്കൾ പ്രതിനിധീകരിക്കുന്നത് ആ പാർട്ടിയെ മാത്രമാണോ? അല്ല, താങ്കൾ പ്രതിനിധീകരിക്കുന്നത് മുഴുവൻ നഗരത്തെയാണ്. അതിനാൽ ഒരു പൊതു പദവിയിലുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം സ്വന്തം വിശ്വാസം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്നതല്ല, മറിച്ച് മറ്റുള്ളവരുടെ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഒരേ അവകാശം ഉറപ്പാക്കുക എന്നതാണ്. ഇതാണ് ഭരണഘടനാപരമായ മതനിരപേക്ഷത. ഇതാണ് ജനാധിപത്യം. ഇന്ന് ഇന്ത്യയിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ പ്രസക്തമാണ്. നമ്മൾ ഏത് മതക്കാരനാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഭരണഘടനയിലാണ് ജീവിക്കുന്നത് എന്നോർക്കണം. നമ്മുടെ വിശ്വാസം വ്യക്തിപരമായിരിക്കാം, പക്ഷെ പൊതുപദവി പൊതുസമൂഹത്തിൻ്റെതാണ്. അവിടെ വ്യക്തിയുടെ മതത്തെക്കാൾ വലുതാകേണ്ടത് പൗരന്റെ അവകാശമാണ്. അതുകൊണ്ടാണ് ഈ തുറന്ന കത്തിന്റെ തലക്കെട്ട് തന്നെ ഏറ്റവും ശക്തമായ സന്ദേശം നൽകുന്നത്: ഫ്രീഡം ഹാസ് നോ റിലീജിയൻ. സ്വാതന്ത്ര്യത്തിന് മതമില്ല. സ്വാതന്ത്ര്യം ഹിന്ദുവിന്റേതുമാണ്, മുസ്ലിമിന്റേതുമാണ്, ക്രിസ്ത്യാനിയുടേതുമാണ്, നാസ്തികന്റേതുമാണ്. വിശ്വാസമുള്ളവന്റെയും വിശ്വാസമില്ലാത്തവന്റെയും അവകാശമാണ്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യം. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങളുടെ മാത്രമല്ല, പൊതുപദവിയിലുള്ള ഓരോ വ്യക്തിയുടേതുമാണ്. അവസാനമായി ഒരു ചോദ്യം: നമ്മൾ ആഘോഷിക്കുന്നത് ഒരു മതത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണോ അതോ എല്ലാവരുടെയും സ്വാതന്ത്ര്യ ദിനമാണോ? ഉത്തരം നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. കാരണം സ്വാതന്ത്ര്യത്തിന് മതമില്ല, പക്ഷെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയുണ്ട്.